അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. സുഹൃത്തുക്കളെ, കേരള മുസ്ലിം മതപ്രഭാഷകർക്കിടയിൽ തൻ്റെ വൈരുദ്ധ്യാത്മകമായ നിലപാട് കാരണം ഏറ്റവും കൂടുതൽ നിലവാരത്തകർച്ച നേരിട്ട പ്രഭാഷകരിൽ ഒരാളാണ് മൂത്തേടത്തുകാരൻ കാസിമി. താൻ തന്നെ പലപ്പോഴായി പ്രസംഗിച്ച കാര്യങ്ങളെക്കുറിച്ച് യാതൊരു ബോധവുമില്ലാത്തൊരു മനുഷ്യനാണ് ഇയാൾ. ഇന്നലെ താൻ പ്രസംഗിച്ചത് എന്താണ് എന്നതിനെക്കുറിച്ച് യാതൊരു അന്തവുമില്ലാത്തൊരു മനുഷ്യൻ, ഇന്ന് പ്രസംഗിക്കാൻ പോകുന്നതിനെക്കുറിച്ച് യാതൊരു ചിന്തയുമില്ലാത്ത മനുഷ്യൻ, നാളെ ഈ പ്രസംഗങ്ങൾ തനിക്കെതിരെ ഏത് രീതിയിൽ വരും എന്നതിനെക്കുറിച്ച് യാതൊരു ബോധവുമില്ലാത്തൊരു മനുഷ്യൻ. ഇത്തരത്തിൽ വളരെ വിരളമായി മാത്രം കാണപ്പെടുന്ന ഒരു അപൂർവ ഇനം ജനുസാണ് ഈ പ്രഭാഷകൻ. അതുകൊണ്ട് തന്നെ കേരള മുസ്ലിങ്ങൾക്കിടയിൽ, സ്വന്തം അനുയായികൾക്കിടയിൽ പോലും, സ്വന്തം പ്രസ്ഥാനത്തിനുള്ളിൽ പോലും ഏറ്റവും വലിയൊരു കോമാളിയായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഇയാൾ കഴിഞ്ഞ 10-15 വർഷത്തിനിടയിൽ പ്രസംഗിച്ച് കൂട്ടിയ കുറച്ച് വൈരുദ്ധ്യങ്ങളെക്കുറിച്ചാണ് ഇന്ന് ഈ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത്. നമുക്കറിയാം, ഒരു 10-15 വർഷങ്ങൾക്ക് മുൻപ് ഇയാൾക്കൊരു കാലമുണ്ടായിരുന്നു. ഈ മുസ്ലിം സമുദായത്തെ വ്യാപകമായി ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുന്ന കള്ള ഔലിയാക്കൾ, നിസ്കരിക്കാത്ത ഔലിയാക്കൾ, അത്തരത്തിലുള്ള നിസ്കരിക്കാത്ത ഔലിയാക്കൾക്കെതിരെ ഇയാൾ വർഷങ്ങൾക്ക് മുൻപ് ഒന്ന് പൊട്ടിത്തെറിച്ചത് ആദ്യം ഒന്ന് കേട്ടു നോക്കുക. ഇപ്പോൾ കുറച്ച് ആളുകൾ പുതിയതായിട്ട് ഇറങ്ങിയിട്ടുണ്ട്, നിസ്കരിക്കണ്ടേ. എന്താ ഒരു വിചാരം? തമ്മാടി തന്നെ. നിസ്കരിക്കാത്തവൻ തമ്പാടിയാണ്. ഹലാലുദ്ദമി, അവന്റെ രക്തം ശരീഅത്ത് കോടതിക്ക് ഹലാലാണ്. ഇസ്ലാമിക കോടതിയാണെങ്കിൽ കൊല്ലും, ഉറപ്പ്. ആരടാ നിസ്കരിക്കാതെ വലിയാവുക? ആർക്കാടാ നിസ്കരിക്കാതെ വലിയാൻ കഴിയുക? എന്തടാ വിചാരിച്ചത്? നിസ്കരിക്കാത്ത ഔലിയപ്പാപ്പൻ ആരടാ? അവൻ കള്ളനല്ലേ? നിസ്കരിക്കാതെ ഭൂമിയിൽ ഹയാത്തുണ്ടെങ്കിൽ നിസ്കരിക്കണം. ഈ ലോകത്ത് അള്ളാന്റെ കൽപ്പനക്ക് ഒരു ഒഴിവ് കിട്ടുകയാണെങ്കിൽ ഒഴിവ് കിട്ടേണ്ടത് മുത്ത് റസൂൽ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പിന്നെ നിസ്കരിക്കണ്ട ഭ്രാന്തൻ. കാരണം അയാൾക്ക് അയാളുടെ ബുദ്ധി നീങ്ങിയിട്ടുണ്ട്. കേട്ടില്ലേ സഹോദരങ്ങളെ? മുമ്പ് ചോദിക്കാണ്, ആരടാ നിസ്കരിക്കാതെ വലിയാകുക? നിസ്കരിക്കാത്തൊരു ഔലിയപ്പാപ്പ ആരടാ? അവൻ കള്ളനല്ലേ? പൊട്ടിത്തെറിക്കണ മൂപ്പര്. എടോ, ഈ നിസ്കരിക്കാത്ത എല്ലാ ചപ്പടാച്ചി സാധനങ്ങളും പിടിച്ച് ഔലിയാക്കളാക്കിയത് ആരാ? ഈ കേരളത്തിലെ സമസ്തക്കാരാണ് ഇത് ചെയ്തത്. ലോകത്ത് വേറൊരു വിഭാഗം ചെയ്യാത്ത പണിയാണത്. ഇവിടെ സമസ്തക്കാര് ഔലിയായി പ്രഖ്യാപിച്ച് തലയിലേറ്റ് കൊണ്ടുനടക്കുന്ന ആൾക്കാർ ആരാ നിസ്കരിക്കാനുള്ളത്? 5 നേരം നിസ്കരിച്ച് ഇബാദത്ത് ചെയ്ത ഒരു മനുഷ്യനെ പോലെ ഔലിയ ആക്കലുമില്ല. അതതിന്റെ രസം. ഇവർ ഔലിയാറെ നിസ്കരിക്കരുത്, നോമ്പ് നോൽക്കരുത്, കുളിക്കരുത്, മൂത്രമൊഴിച്ച മനരിക്കരുത്, തൂറിയ ചന്തിയാക്കരുത്, എന്തൊക്കെ ഹറാമുകളുണ്ടോ അതൊക്കെ ചെയ്യണം. അതാണ് വലിയ. നിങ്ങൾ കാലാകാലങ്ങളിലായി കേരളത്തിൽ പരിചയപ്പെടുത്തി കൊടുത്ത വലിയാണിത്. 5 നേരം നിസ്കരിക്കുന്ന ഒരാള്, അള്ളാഹുവിന് ഇബാദത്ത് ചെയ്യുന്ന ഒരാള്, ഹറാമുകൾ ചെയ്യാത്ത ഒരാള്, കറാഹത്ത് ചെയ്യാത്ത ഒരാള്, അയാൾ വലിയായി അംഗീകരിക്കൂല. സമസ്തക്കാര വീക്ഷണത്തിൽ വലിയാകണമെങ്കിലുള്ള മിനിമം യോഗ്യത അരപ്പിരി ലൂസ്. അങ്ങനത്തെ പിരാന്തനങ്ങൾ പിടിച്ച് ഔലിയാക്കുള്ളൂ. നിങ്ങൾ പരിശോധിച്ചോളി, ഈ സമസ്തക്കാര് വലിയായി പ്രഖ്യാപിച്ച്, വലിയാണെന്ന് മാത്രമല്ല, ഔലിയാക്കളെ കിരീടം താജിൽ ഔലിയ എന്ന് സ്ഥാനപ്പേരിട്ട് വിളിക്കുന്ന വേങ്ങന കോയപ്പാപ്പാരാ? പടുപിരാന്തൻ. കുതുബുൽ അഖ്താബായി, കുതുബുൽ ആലമായി, മുദബ്ബിറുൽ ആലമായി, ഔലിയാക്കളെ നേതാവായി പരിചയപ്പെടുത്തിയ CM മടവൂരാരാ? തനി പിരാന്തൻ, തനി മാനസിക രോഗി. ഓച്ചിറ ദാമോദരൻ മുസ്ലിമും അല്ല, തനി ഭ്രാന്തൻ. ഏതാണോ നിങ്ങളെ കൂട്ടത്തിൽ തലക്ക് വെളിവുള്ള ഒരു വലിയുള്ളത്? നിസ്കാരം പോട്ടെ, തലക്ക് വെളിവുള്ള വലിയുണ്ടോ? കഴിഞ്ഞില്ല, കാസിം എന്നെ പറയട്ടെ. എന്തായി കാണിക്കുന്ന തമ്മാടിത്തരം? ഇതെന്റെ തിന്മയാണ്. നിസ്കരിക്കാത്ത ആളോ? ഔലിയപ്പാപ്പ നിസ്കരിക്കാത്ത ഔലിയ ഏത് ഔലിയാണത്? എന്റെ ഔലിയപ്പാപ്പയാണത്. ഇങ്ങനെയായ എന്താ അടിസ്ഥാനം ഈ പറയുന്നത്? ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹുവിന്റെ കാലഘട്ടത്തിൽ ഒരാൾ വലിയ നിസ്കരിക്കാൻ വരില്ല. അപ്പൊ അന്വേഷിച്ചു. അവർ യുനാജി റബ്ബഹു, അള്ളാഹിനോട് വലിയ സംഭാഷണം നടത്തുന്ന ഒരു മഹാനാണ്, അദ്ദേഹത്തിന് നിസ്കാരമൊന്നും വേണ്ട, മഹാനാണ് എന്ന് പറഞ്ഞു അത്രേ. അപ്പോൾ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു, ഞാൻ കുഴപ്പമൊന്നുമില്ല, പക്ഷേ അള്ളാഹിനോട് നിസ്കരിക്കാതെ സംഭാഷണം നടത്തണമെങ്കിൽ അള്ളാഹിന്റെ ലോകത്തേക്ക് പോകണം. ഇത് ഉമറിന് ഇപ്പൊ അള്ളാഹു അധികാരം ഏൽപ്പിച്ച ലോകമാണ്. നിസ്കരിക്കാൻ വന്നിട്ടില്ലെങ്കിൽ തല ഞാനെടുക്കും. ചിന്തിക്കണം. അപ്പൊ അങ്ങനെയുള്ള ഔലിയന്മാർ ഇവിടെ വരുന്നുണ്ട്. ചില ഔലിയന്മാരുടെയൊക്കെ കറാമത്ത് നിസ്കരിക്കൂല, ശരീഅത്തില്ല. സഹോദരങ്ങളെ, ഇതൊക്കെ വർഷങ്ങൾക്ക് മുമ്പ്, 10-15 കൊല്ലം മുമ്പ് നടത്തിയ പ്രസംഗങ്ങളാണ് ഇതൊക്കെ. ചിലപ്പോ ഇയാളെന്നെ മറന്നിട്ടുണ്ടാവും. ചിലപ്പോ നിസ്കരിക്കാത്ത ഔലിയൻ എന്നൊരു ചരിത്രം. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഖലീഫയായിരിക്കുന്ന കാലത്ത് പള്ളിക്ക് ഒരു ചങ്ങായി, ഒരു സമസ്തക്കാരൻ വന്നു. ഒരു സമസ്തക്കാരൻ അല്ല, ഞാൻ ഔലിയാണെന്ന് പറഞ്ഞു നിസ്കരിക്കാതെ പള്ളിയിലുള്ള നിൽക്കുകയാണ്.
അപ്പൊ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ചെവിട്ടിൽ ഈ വാർത്ത എത്തി, നിസ്കരിക്കാത്ത ഒരു സമസ്തക്കാരൻ ഞാൻ ഔലിയ എന്ന് പറഞ്ഞിട്ട് പള്ളിക്ക് ഇരിക്കുന്നുണ്ട്. സമസ്തന്റെ ആശയം പേർന്ന ഒരാള്. അപ്പൊ ചോദിച്ചോ പറഞ്ഞ് ഇങ്ങനെ എപ്പോഴും അള്ളാഹായിട്ട് ഇങ്ങനെ സംഭാഷണം നടത്തുന്ന ആളാണ്. പുറണ്ട് വല്ല ചില ഔലിയാക്കളുണ്ടല്ലോ ഫുൾ ടൈം അള്ളഹാനോട് സംഭാഷണം നടത്തുന്നത്. അപ്പൊ ഇവർക്ക് നിസ്കാരത്തിന്റെ ആവശ്യമില്ല. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ശരീഅത്തനുസരിച്ച് ഭരിക്കുന്ന രാജ്യമുള്ളത്. വാള് ഊരിയിട്ട് പറഞ്ഞ് അങ്ങനെ അള്ളാഹാനായിട്ട് സംഭാഷണം നടത്തുന്ന ആൾക്കാര് അള്ളാഹിന്റെ അടുത്ത് ഇരുന്നോട്ടെ, ഇത് ഉമർ ഭരിക്കുന്ന രാജ്യമാണ്, ഇവിടെ നിസ്കരിച്ചിൽ തലഞ്ഞെടുക്കുന്നു. ഇന്ന് കേരളത്തിലെ സമസ്തക്കാരുടെ അവസ്ഥ എന്തായിരിക്കും? അന്ന് ഈ സമസ്തക്കാർ ഉമറുള്ളാഹിന്റെ കാലത്ത് അവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ, ഇവരെ സംഘടന അന്ന് ഉണ്ടായിരുന്നുവെങ്കിൽ, ഈ സമസ്തന്റെ മൊല്ലമാർ അന്ന് ഉണ്ടായിരുന്നുവെങ്കിൽ, മഹാനായ ഉമറുള്ളാഹിനെ ഏറ്റവും വലിയ വഹാബിയാക്കി ഇവർ ചിത്രീകരിച്ചിരുന്നു. എന്നിട്ട് ഉമറുള്ളാഹിനെതിരെ ഗരാവ സമരം ചെയ്തിരുന്നവര്. അത് ഞങ്ങൾ ഔലിയാണ്, ഉമർക്ക് ഇവിടെ നിസ്കരിക്കേണ്ട നമ്മൾ കാണൂല. ഈ ലൊഹർക്ക് മക്കത്താണെങ്കിൽ അസർക്ക് മദീനത്തായിരിക്കും, മഗ്രിബിക്ക് ബൈത്തുൽ മുഖദ്ദസിലായിരിക്കും, ഏശക്ക് ഇങ്ങനെ റിട്ടം വരും. ഉമറെ എനിക്ക് തിരിയാത്തോണ്ടാണെന്ന് പറയില്ലവര്. ഇന്നെങ്ങാനും മഹാനായ ഉമറുള്ളാഹിന്റെ ഭരണമാണ് കേരളത്തിലെങ്കിൽ ഈ സമസ്തക്കാരെ ഔലിയാക്കൾക്ക് എത്രണ്ണത്തിന് തല ഉണ്ടാവും? ആദ്യം പോകും മടവൂരിന്റെ തല, പിന്നെ പോകും വേങ്ങര കോയപ്പാപ്പന്റെ തല. ഇവരൊക്കെ ഭ്രാന്തന്മാരാണ്, മാനസിക രോഗി എന്നുള്ള ഇളവ് കൊടുക്കുമായിരിക്കും. പക്ഷെ ഇവര് പറഞ്ഞ പ്രകാരം അവർക്ക് ഭ്രാന്തില്ലെങ്കിൽ ആദ്യം അവരെ തല പോകും. ഇതാണ് ഇസ്ലാമിക ശരീഅത്ത്. മനസ്സിലായോ? ഇസ്ലാമിക ഭരണമുള്ള രാജ്യത്ത് സമസ്തന്റെ ഒറ്റ ഔലിയാക്ക് നടക്കാൻ പറ്റൂല, തല എടുക്കും. അതിന്റെ വിലായത്തും കറാമത്തൊക്കെ വേറെ എവിടെയും കൊണ്ടുവച്ചു. ഇത് ഇസ്ലാമിക രാജ്യമാണ്, അല്ലാതെ കേരളത്തിലെ സമസ്തക്കാരെ രാജ്യമില്ല എന്ന് പറയും. അപ്പൊ സുഹൃത്തുക്കളെ, ഇത് വർഷങ്ങൾക്ക് മുൻപ് ഇയാൾ നടത്തിയ പ്രസംഗമാണ്. ന്യായം പറഞ്ഞിരുന്ന കാലത്ത്, ന്യായം പറഞ്ഞിരുന്ന കാസിമി നടത്തിയ പ്രസംഗം. അങ്ങനെയാണ് രണ്ട് കാലഘട്ടമുണ്ട് ഇയാൾക്ക്. ന്യായം പറഞ്ഞിരുന്ന കാലഘട്ടവും നാണം കെട്ടുകൊണ്ടിരിക്കുന്ന കാലഘട്ടവും. ഈ കാലഘട്ടം നാണം കെട്ടുകൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ്. ന്യായം പറഞ്ഞിരുന്ന കാലത്ത് ഇയാൾ നടത്തിയ പ്രസംഗമാണിത്. ഇനി ഇങ്ങനെയൊക്കെ ന്യായം പറഞ്ഞിരുന്ന ഈ കാസിമി ഈ നാണം കെട്ട കാലത്ത്, നാണം കെട്ടുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഇയാൾ പറയുന്ന ഒരു ചരിത്രം, ഈ അടുത്ത കാലത്ത് പ്രസംഗിച്ച ഒരു ചരിത്രം, ഇവരെ വലിയ ഹോജയായ അബ്ദുൽ വഹാബ് ഷഹറാനിയെ കുറിച്ച് നടത്തിയ ഒരു ചരിത്രം കേട്ടു നോക്കി. അങ്ങനെയുള്ള ഷഹറാനിയാണ് അവർക്ക് ഇപ്പോൾ ദീന്. ഇവരെ എല്ലാ കള്ളത്തരത്തിനും തെളിവ് ഷഹറാനിയാണ്. ചുക്കില്ലാത്ത കഷായില്ല എന്ന് പറഞ്ഞ മാതിരി ഷഹറാനില്ലാത്ത കറാമത്ത് കഥല്ല. ആ ഷഹറാനിനെ കുറിച്ച് ഇയാൾ പറഞ്ഞത് കേട്ടു നോക്കി. അലിയുൽ ഖവാസ് റളിയല്ലാഹുവിന്റെ അടുത്തേക്ക് ഇമാം ഷഹറാനി ചെന്നപ്പോൾ പറഞ്ഞൊരു പരമാവധി മറന്നു പോകാനാണ്. അന്ന് ഇമാം ഷഹറാനി മിസ്റിലെ ഖാദിയാണ്. 3 മാസം ഒരു ഹർഫ് ദർസ് നടത്താതെ വരണം. പരമാവധി പഠിക്കാതിരിക്കാൻ ശ്രമിക്കണം. ഖുർആൻ ഓതാതെ നോക്കണം. 3 മാസം നിസ്കരിച്ച് നിസ്കാരത്തിലെ വാജിബായ സൂറത്തല്ലാതെ ഓതരുത്. 3 മാസം ഖുർആൻ ഓതരുത്. ആര് പറഞ്ഞു? അലിയുൽ ഖവാസ് പറഞ്ഞു. റളിയല്ലാഹു അൻഹു എന്ന് പറഞ്ഞാൽ എത്ര വലിയ ആളാണ്. ഇതൊക്കെ വന്ന് പറഞ്ഞുകൊണ്ട് നന്നായി. ഇന്നിപ്പോൾ ഒരാൾ പറഞ്ഞാണെങ്കിൽ അപ്പോൾ വാട്സപ്പിൽ ഇട്ടിട്ട് എന്തൊക്കെ വല്ലാപ്പുണ്ടാവും. ഇനിയിപ്പോൾ ഇതുമ്പോൾ തന്നെ വല്ലാപ്പുണ്ടാവുമെന്ന് അറിയില്ല. അതൊന്നും വിഷയമില്ല കേട്ടോ, നിങ്ങൾ കേട്ടുവിട്ടാളി. കേട്ടില്ലേ? അബ്ദുൽ വഹാബ് ഷഹറാനിക്ക് വലിയ പണിഷ്മെന്റ് കൊടുക്കുകയാണ് അലിയുൽ ഖവാസ്. ഗുരുതരമായൊരു തെറ്റ് ചെയ്തു ഷഹറാനി. എന്താ തെറ്റ് എന്നുള്ളത് നമ്മൾ അടുത്ത ക്ലിപ്പിൽ പറയും. ആ തെറ്റിനുള്ള പണിഷ്മെന്റ് കൊടുക്കണം അലിയുൽ ഖവാസ്. ആരാണ് ഷഹറാനി? അന്നത്തെ ഖാദി. ആ ഷഹറാനിക്ക് അലിയുൽ ഖവാസ് പണിഷ്മെന്റ് കൊടുക്കുന്നു, കഠിനമായ പണിഷ്മെന്റ്. എന്താണ്? 3 മാസം ദർസ് നടത്താൻ പാടില്ല. കഴിഞ്ഞില്ല, ഒന്നും പഠിക്കാനും പാടില്ല. ഇങ്ങനെ മൈൻഡായി നടക്കാം 3 മാസം. തീർന്നിട്ടില്ല. നിസ്കാരത്തിലല്ലാതെ ഖുർആൻ തൊടാൻ പാടില്ല, ഖുർആൻ ഓതാൻ തന്നെ പാടില്ല. ഗുരുതരമായ തെറ്റ്. എന്താണ് മൂപ്പര് ചെയ്ത കുറ്റം? കള്ളു കുടിച്ചതാണോ? പെണ്ണ് പിടിച്ചതാണോ? അള്ളാഹിനെ നിഷേധിച്ചതാണോ? റസൂലിനെ നിഷേധിച്ചതാണോ? ഖുർആനെ നിഷേധിച്ചതാണോ? പറയും ഇൻഷാ അല്ലാഹ്. എന്നിട്ട് ഉപരി പറയാ, ഈ പണിഷ്മെന്റ് കൊടുത്ത അലിയുൽ ഖവാസിനെ കുറിച്ച് റളിയല്ലാഹു അൻഹു എന്ന് പറഞ്ഞാളി. കൗമിങ്ങനെ മുണ്ടാതിരിക്കണേ. കൗമിന് ഇതൊന്നും ഉൾക്കൊള്ളാൻ പറ്റില്ല, കുറച്ചൊരു ഈമാൻ ഉള്ളിലുണ്ടാവുമല്ലോ. അപ്പൊ റളിയല്ലാഹു അൻഹു പറയിച്ചു ഉപരിട്ടാ. എന്നിട്ട് അവസാനം മൂപ്പര് വർത്താനം എന്ത്? ഇതൊക്കെ അന്നായതുകൊണ്ട് കുഴപ്പമില്ല, ഇന്ന് പറയണ എന്തൊക്കെ പൊല്ലാപ്പുണ്ടാവും. കാരണം ബുദ്ധിയുള്ള ജനങ്ങള് ഇന്നുണ്ടല്ലോ. എല്ലാരും കാസിമിമാരല്ലല്ലോ. ഈ കാസിമി അല്ലല്ലോ എല്ലാരും. ഇയാളെ മുന്നിലിരിക്കണ പൊട്ടൻ പട്ടം കിട്ടിയ കൗമല്ലല്ലോ എല്ലാവരും. ബുദ്ധിയുള്ളവര് എല്ലാ കാലത്തും ഉണ്ടാവുമല്ലോ. ഇന്ന് കൊല്ലാപ്പുണ്ടാവും. കാരണം ഇയാൾ പ്രസംഗിച്ചിട്ടുണ്ട്, നിസ്കരിക്കാത്ത ഔലിയെ. ആരാണ് അവന്റെ ഔലിയ? ഓൻ കള്ളനല്ലടാ, ഇയാൾ പ്രസംഗിച്ചിട്ടുണ്ടല്ലോ. അപ്പൊ ചുരുക്കി പറയാ, ഈ ഷഹറാനിക്ക് അലിയുൽ ഖവാസ് കൊടുത്ത ശിക്ഷയുടെ കാരണം എന്താണ്? എന്താണ് ഇതിന് മാത്രം ഗുരുതരമായ കുറ്റം മൂപ്പര് ചെയ്ത്? കേട്ടോളി. ഒരു ചെറിയ കാര്യത്തിൽ അലിയുൽ ഖവാസിനെ റളിയല്ലാഹു അൻഹു ഇമാം ഷഹറാനി ആക്ഷേപിച്ചു. കാരണം സുബഹി നിസ്കരിച്ച് വന്ന് നിസ്കാരം കഴിഞ്ഞ് ഇങ്ങനെ ഇറങ്ങി വരുമ്പോൾ പള്ളിയുടെ മുന്നിലിരിക്കുന്നുണ്ട് അലിയുൽ ഖവാസ്.
അപ്പോൾ ആളുകൾ ഇങ്ങനെ ആക്ഷേപിച്ചു പോകുന്നുണ്ട്, നിസ്കരിക്കാനോട് കയറിയിട്ടുണ്ട്. അപ്പോൾ ഇമാം ഷാറാനിയും പറഞ്ഞു, ഈ തണ്ടക്ക് നേരം വെളുത്തതിൻ്റെ പറഞ്ഞു, അല്ല എൻ്റെ അവിടെ കയറിയാണ്ട് പള്ളിയെ കയറി നിസ്കരിച്ചു, നിസ്കരിക്കില്ല എന്നാൽ പള്ളിനെ മുന്നേ വന്ന് ഉത്തരക്കും ചെയ്തു. എപ്പോൾ ചോദിച്ചു ഈ അഹിമാറ സൈനബ്, എടാ സൈനബാൻ്റെ അഹിമാറ ഇജാടാ ഇന്നെ ആക്ഷേപിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ആളുകൾ നിസ്കാരം കഴിഞ്ഞ് പള്ളിൻ്റെ മുന്നിലൂടെ നടന്നു പോകുന്നവരൊക്കെ ഈ ഫുട്പാത്തിലിരിക്കുന്ന ഈ ആളെ ആക്ഷേപിച്ചു. എല്ലാവരും കഴിഞ്ഞാണ് ആര് വരുന്നത്? ഇമാം ഷാറാനി. അപ്പോൾ പറഞ്ഞു, മനുഷ്യ ഒന്നിരിക്കും പള്ളിയൊക്കെ കയറി, അല്ലെ ഇങ്ങോട്ട് വരാതെ സുബൈ നല്ല മഞ്ഞുണ്ട്, നല്ല മഞ്ഞ് പെയ്യണ നേരത്താണ് വയ്യിൽ വന്നിരിക്കുന്നത്, പള്ളിന് എന്നാൽ പള്ളിക്ക് കയറിയിട്ടില്ല, എന്ത് പിരാന്താണ് സംഘക്ക് പറ്റിയത് എന്ന് പറഞ്ഞു. അപ്പോൾ ചോദിച്ചു, ഈ അഹിമാറ സൈനബ്, എടാ സൈനബിന്റെ അഹിമാറായി എന്നെ ആശമിക്കും. എപ്പോൾ കാൽക്ക് മാപ്പാക്കണം, എനിക്ക് നിങ്ങൾ അറിയാത്തോണ്ടാണ്, മാപ്പാക്കൂല, എന്നെ പൊരുത്തപ്പെട്ട് എന്നെ ശുദ്ധീകരിച്ചില്ല, എന്നെ ശുദ്ധീകരിച്ച് നന്നാക്കി തരണം. അപ്പോൾ പറഞ്ഞു, 3 മാസം ഖുർആൻ എടുത്തു നോക്കാൻ പാടില്ല, ഫർളായ അമലല്ലാതെ ഒരു കാര്യം ചെയ്യാൻ പാടില്ല, ദർസ് നടത്താൻ പാടില്ല, ഖുർആൻ ഓതാൻ പാടില്ല, പരമാവധി ഈ പഠിച്ചൊക്കെ മറക്കുക, എന്നിട്ട് വാറും. എങ്ങനെയുണ്ട്? ഒരു ചെറിയ തെറ്റ് ചെയ്തു ഷഹറാൻ. എന്ത്? ഒരു പള്ളിക്ക് നിസ്കരിച്ചിറങ്ങുന്ന സമയത്ത് സുബീന്റെ നേരത്തെ ഈ അലിയുൽ ഖവാസ് ഷഹറാനിന്റെ ഷെയ്ഖാട്ടോ, പിന്നീട് ഷെയ്ഖായതാണ്. ഈ ചെങ്ങായി ഇങ്ങനെ നിസ്കരിക്കാതെ പള്ളിന്റെ മുമ്പിൽ ചന്തി ചൊറിഞ്ഞിരിക്കണം അവിടെ. അങ്ങനെ ഉണ്ടല്ലോ എല്ലാ നാട്ടിലും ചില മൊയന്താള് പള്ളിക്ക് വാങ്ങ് കൊടുക്കുന്നുണ്ടാവും, ഇക്കാമത്ത് കൊടുക്കുന്നുണ്ടാവും, നിസ്കാരം നടക്കുന്നുണ്ടാവും, എന്നാലും പള്ളിന് മുമ്പിലുള്ള മതിലുമ്പിൽ ഇങ്ങനെ വീടിയും വലിച്ചിങ്ങനെ ഇങ്ങനെ സൊറയും പറഞ്ഞിരിക്കും. അതിൽ പെട്ടൊരു മൊയന്താണ് ഈ അലിയുൽ ഖവാസ്. ആ ചങ്ങായി അങ്ങനെ ഇരിക്കുമ്പോൾ ഷഹറാനി വന്നിട്ട് പറഞ്ഞ്, എന്ത് ചങ്ങായി ഒന്നുകിലെ പേരിരുന്നൂടെ, ഈ പള്ളിന്റെ മുമ്പിൽ നിന്ന് ഈ ബടായും പറഞ്ഞ പള്ളിക്ക് കയറി നിസ്കരിച്ചൂടെ? അതാണ് ചെറിയൊരു തെറ്റ്, ചെറിയ തെറ്റാണത്. ഈ ചെറിയ തെറ്റ് ചെയ്തിട്ടാണല്ലോ ഉമർ അള്ളാഹുവിനും മറ്റേ ചങ്ങായിനോട് പറഞ്ഞ് തലഞ്ഞടക്കുമെന്ന് പറഞ്ഞത്. അത് ഇയാളെന്നെയാണ് പ്രസംഗിച്ചത്. അങ്ങനെ ഇങ്ങനെ ഒരു നിസ്കരിക്കാത്തൊരു മനുഷ്യനെ ഉപദേശിച്ചതിന്റെ പേരിൽ ഈ അലിയുൽ ഖവാസിന് ചൂടായി. അപ്പൊ ഒരു കാലുമൊക്കെ പോണ ഷെഹറാനി, ഈ ഷെഹറാനി അലിയുൽ ഖവാസ് ആട്ടോ പല ഷേഖന്മാർ, ഈ സൂഫിയാളെ എല്ലാ കള്ള സൂഫിയാളും തെളിവ് ഇവർ രണ്ടാളുമാണ്. മനസ്സിലായോ? പിന്നെ ഇവർക്ക് ദീനിട്ട് വല്ല ബന്ധം ഉണ്ടാവുമോ? അപ്പൊ പണിഷ്മെന്റ് കൊടുത്തുണ്ട്, 3 മാസം നിരന്തരമായിട്ട് ഖുർആൻ ഓതണം എന്നല്ല പണിഷ്മെന്റ്, ഓതരുത്. 3 മാസം ഇബാദത്ത് ചെയ്ത് ജീവിക്കണം എന്നല്ല പണിഷ്മെന്റ്, ദർസ് നടത്തരുത്, പഠിച്ചതൊക്കെ മറക്കണം. എന്നാ അങ്ങോട്ട് വാ, എന്നാ ഞാൻ ശരിയാക്കി തരാം, അനി ഞാൻ വലിയ ഷെയ്ഖാക്കി തരാം. മനസ്സിലായോ? അങ്ങനെ ചെയ്തു എന്നാണ്. 3 മാസം ഖുർആൻ തൊട്ടിയില്ല, 3 മാസം ദർസ് നടത്തിയില്ല, 3 മാസം പഠിച്ചതൊക്കെ മറന്ന് ഇങ്ങനെ ഹവ അടന്ന് മൈന്തായി ഇങ്ങനെ നടന്നു. ആ ഷെഹറാനിയാണ് ഇവരൊക്കെ നേതാവ്. ഈ എല്ലാ കള്ളത്തൊരീക്കത്തുകാരെയും എല്ലാ കറാമത്തിന്റെ ആൾക്കാരെയും എല്ലാ കഞ്ചാവ് അടിച്ചടക്കുന്ന സൂഫിയാളി നേതാവും തെളിവും ഈ അബ്ദുൽ വഹാബ് ഷെഹറാനിയാണ്. ഈ ഷെഹറാനിന്റെ ഷെയ്ഖാര നിസ്കരിക്കാതെ നടന്നതിന്റെ അലിയുൽ ഖവാസ്. ഇനി ഇവർക്കൊരു മറുവാദം ഉണ്ടാവും, അങ്ങനെ ഓലെ നിസ്കരിക്കാത്ത നമ്മളൊന്നും കാണൂല, ഓലൊക്കെ മഹാനല്ലേ, മഹാന്മാർക്ക് 40 തടിയല്ലേ, 400 തടിയല്ലേ, 4000 തടിയല്ലേ, ഓലെ നിസ്കരിക്കണ്ടെങ്ങനെ നമ്മൾ കാണോ വഹാബി? എന്നാ ഏറ്റവും വലിയ വലിയും ഏറ്റവും വലിയ അള്ളാന്റെ സൃഷ്ടികളിൽ ഏറ്റവും ഉത്തമരാരാ? അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ റസൂലിനെ കുറിച്ച് ബന്ധന പറട്ടെ. നിസ്കരിക്കാത്ത ഔലിയപ്പാപ്പൻ ആരടാ? അവൻ കള്ളനല്ലേ? നിസ്കരിക്കാതിരിക്കുക. എടാ, ലോകത്തെ ഏറ്റവും വലിയ ആള് മുഹമ്മദ് മുസ്തഫ അല്ലേ? അവസാനത്തെ ദിവസത്തെ നിസ്കാരം നിസ്കരിച്ചല്ലേ വഫാത്താൻ. എന്ത് വിചാരിച്ച് നിസ്കരിക്കാതിരിക്കുക? ആരാണ് ഏറ്റവും വലിയ അള്ളാന്റെ റസൂലല്ലേ? ആ റസൂല് അവസാനത്തെ ദിവസം പോലും നിസ്കരിച്ചിട്ടല്ലേ വഫാത്തായത്. അതെ, അതാണ് ചങ്ങായി ഇത്രയും കാലം ഞങ്ങളീ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞങ്ങളിത് പറയുമ്പോഴാണ് വഹാബിക്ക് അള്ളാന്റെ ഔലിയാക്കളോട് സ്നേഹമില്ല എന്ന് പറഞ്ഞ് ഞങ്ങളെ നേർക്ക് കുതിര കയറുള്ളത്. മനസ്സിലായോ? അള്ളാഹുവിന്റെ റസൂല് അവസാനത്തെ സമയം പോലും നിസ്കരിച്ചിട്ടാ വഫാത്തായത്. ബോധം കെട്ടുകിടക്കുന്ന പനിച്ചു വിറച്ചു കിടക്കുന്ന സമയത്ത് പോലും ബോധം തെളിയുമ്പോൾ റസൂല് ചോദിച്ചത് സ്വഹാബത്തെ പള്ളിയിൽ നിസ്കാരം കഴിഞ്ഞു എന്നാ. എന്നിട്ട് ഹദീസിൽ കാണാം, 2 സ്വഹാബത്തിന്റെ തോളിൽ കൈയിട്ടിട്ട് റസൂൽ ഇങ്ങനെ കാല് മണലിലൂടെ വലിച്ചിങ്ങനെ പോയിട്ട് ഇങ്ങനെ ഇഴഞ്ഞു പോയിട്ട് നിസ്കരിച്ചു വന്നു. മനസ്സിലായോ? റസൂൽ ഇത് ചെയ്യും. കാരണം റസൂൽ ശരീഅത്ത് നിയമങ്ങൾ ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടി വന്ന റസൂലാണ്. ആ റസൂൽ ശരീഅത്ത് നിയമങ്ങൾ കാണിച്ചു കൊടുക്കണം. നമസ്കാരം തന്നെ കാണിച്ചു കൊടുക്കണം. റസൂൽ പഠിപ്പിച്ച ശരീഅത്തിൽ നിസ്കരിക്കാത്തൊരു ഔലിയല്ല. ഇന്ന് ഉച്ചക്കവിടെ ലൊഹർ മക്കത്തുനിന്ന്, അസർ മദീനത്തുനിന്ന്, മഗ്രിബ് വേറെ പള്ളിക്കുന്ന, അങ്ങനെ റസൂൽ പഠിപ്പിച്ച ദീനിലില്ലത്. അതുകൊണ്ട് തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ബോധം കെട്ട് കിടക്കുന്ന സമയത്ത് സ്വഹാബത്ത് വെയിറ്റ് ചെയ്തു നിന്നു റസൂലുള്ളാഹിക്ക് ബോധം തെളിയാൻ നിസ്കരിക്കാൻ വേണ്ടിയിട്ട്.
അല്ലാതെ റസൂൽ അവിടെ കിടന്നോട്ടെ, സുഖമില്ലാതെ കിടന്നോട്ടെ, ബുദ്ധിമുട്ടിക്കണ്ട, നമുക്ക് റസൂലുള്ളാഹിക്ക് ഇഷ്ടം പോലെ തടി ഉണ്ടല്ലോ, വേറൊരു തടിനെ കൊണ്ട് നിസ്കരിപ്പിക്കാന്ന് സ്വഹാബത്ത് മനസ്സിലാക്കിയില്ല, റസൂൽ മനസ്സിലാക്കിയില്ല. കാരണം അങ്ങനെ ഒരു വിവിധ തടി സംസ്കാരം ഇസ്ലാമിലില്ല. കുറെ തടി, 40 തടി, 400 തടി, എന്നിട്ട് ഏതേലും തടി നിസ്കരിക്കുക, ബാക്കിയുള്ള തടി ഇവിടെ ഇങ്ങനെ കൂർക്കം വലിച്ച് കാണും, മൂട്ട് കജ്ജും കുത്തി കിടന്നുറങ്ങുക, അങ്ങനെ സംഭവം ഇസ്ലാമിലില്ല. ഈ കേരളത്തിലെ കള്ള ഔലിയാക്കന്മാർ, മടവൂരിനെ പോലെയുള്ള കള്ള ഔലിയാക്കന്മാർ, വേങ്ങര കോയപ്പാപ്പാനെ പോലെയുള്ള കള്ള ഔലിയാക്കന്മാർ, ഭ്രാന്തന്മാർ, അവർക്ക് 40 തടിയാണ്, അവർ നിസ്കരിക്കേണ്ടത് നമ്മൾ കാണൂല എന്നുള്ള പോലെ വാദം. എന്താ റസൂലുള്ളാഹിക്ക് 40 തടി ഇല്ലേ? ഇനി ഈ കാസിമെന്നെ പറയട്ടെ, അങ്ങനെ ഇസ്ലാമിൽ എല്ലാവർക്കും ഒരേ നിയമമാണ്. അങ്ങനെ ഔലിയാക്കൊക്കെ 40 തടി, ഓൾക്ക് വേറെ സ്കാരം, അങ്ങനെയൊന്നുമില്ല. ഇസ്ലാമിൽ എല്ലാവർക്കും ഒരേ നിയമമാണ്. ഇയാൾ തന്നെ പറയട്ടെ. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ നിയമം ഔലിയാക്കും ഖ്വാജക്കും ശൈഖിനും തങ്ങൾക്കും മൂല്യർക്കും ഒക്കെ ബാധകമാണ്. ഇത് വലിയ ശൈഖ് മുഹമ്മദ് നബിയാണ്, പിന്നെ വേറെ ശൈഖില്ല സല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ നിയമം ഔലിയാക്കും തങ്ങൾക്കും ഖ്വാജക്കും വലിയനും എല്ലാവർക്കും ബാധകമാണ്. അങ്ങനെ ഔലിയാക്കൾക്ക് വേറെ നിയമം, സാധാരണക്കാർക്ക് വേറെ നിയമം. ഔലിയാക്കൾക്ക് 40 തടി, അതിന് 39 തടി ഇങ്ങനെ വഴി നടന്നാൽ മതി, ഒരു തടി നിസ്കരിച്ചാൽ മതി, അങ്ങനെ നിയമമൊന്നും ഇസ്ലാമിലില്ല. അത് സമസ്തക്കാര നിയമമാണ്. ഇസ്ലാമിൽ അങ്ങനെ ഒരു നിയമമൊന്നുമില്ല. എല്ലാവർക്കും ഒരേ ശരീഅത്ത്. മനസ്സിലായോ? അപ്പൊ അങ്ങനെ ഔലിയൊക്കെ നിസ്കരിക്കേണ്ടതില്ല. ഔലി അങ്ങനെ പള്ളിന്റെ മുമ്പിൽ തടി ഉണ്ടെങ്കിലും അവിടെ അങ്ങനെ സൊറച്ച് ഇരുന്നോട്ടെ എന്ന് പറഞ്ഞ് നിസ്കാരത്തെ നിസ്സാരപ്പെടുത്താൻ പാടില്ല. നിസ്സാരപ്പെടുത്തിയാലോ? ഇയാളെന്നെ പറയട്ടെ. പിന്നെ പറഞ്ഞതെല്ലാം ആരും ഒന്നും വിചാരിക്കരുത്, ആരും വിഷമിക്കരുത്. ഞാൻ ഇടയിൽ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. ത്വരീഖത്തുകൾ, തോന്നിയാസങ്ങൾ, കള്ളത്തരങ്ങൾ, അതിൻ്റെ ഒന്നും പിന്നാലെ പോകരുത്. ഹക്കായ വഴികൾക്കൊക്കെ പോകാം. ഹക്കായ വഴി പണ്ടും ഇന്നും ലോകത്തുണ്ട്. ശരീഅത്തില്ലാത്തൊരു ദീനും ഇല്ല, നിസ്കാരമില്ലാത്തൊരു നന്മയും ഇല്ല. നിസ്കാരം നിസ്സാരമാക്കിയാൽ പിന്നെ അവന് ഇസ്ലാമിൽ സ്ഥാനം ഉണ്ടാവില്ല. കേട്ടല്ലോ? അപ്പൊ നിസ്കാരത്തെ നിസ്സാരപ്പെടുത്തിയാൽ അവന് ഇസ്ലാമിൽ സ്ഥാനമുണ്ടാവുകയില്ല എന്ന് ഇയാൾ പറയാണ്. ശരിയാണ്. ഇവിടെ ഒരു പള്ളിയിൽ ജമാഅത്ത് നടക്കുന്ന സമയത്ത് ആ പള്ളിയിൽ ജമാഅത്തിന് പോകാതെ, നിസ്കരിക്കാൻ പോകാതെ ആ പള്ളിന്റെ മുമ്പിൽ ഇങ്ങനെ സൊറച്ചിരിക്കുക, ആ ചങ്ങാവിനെ മഹത്വപ്പെടുത്തുക, അത് നിസ്കാരത്തെ നിസ്സാരപ്പെടുത്തലല്ലേ? അലിയുൽ ഖവാസിന്റെ ചരിത്രം പറഞ്ഞ അതാണല്ലോ. ഞങ്ങൾ ഔലിയാക്കൾ നിസ്കരിക്കേണ്ട നിങ്ങളൊന്നും കാണൂല, ഒരു ലോകത്തിന്റെ ഏതേ മൂലക്കൽ നിസ്കരിക്കും എന്ന് പറഞ്ഞ് ഇവിടെ അങ്ങനെ നിസ്കരിക്കാതെ നടക്കുന്ന ഔലിയ എന്ന് പറയുന്ന കള്ളൻ, ഓനെ സപ്പോർട്ട് ചെയ്ത് പ്രൊമോട്ട് ചെയ്ത് തലയിലേറ്റി കൊണ്ടെടുക്കൽ നിസ്കാരത്തെ നിസ്സാരപ്പെടുത്തലാണ്. അങ്ങനെ നമസ്കാരത്തെ നിസ്സാരപ്പെടുത്തുന്നവൻ, അവന് ഇസ്ലാമിൽ സ്ഥാനമില്ല. അപ്പൊ കാസിമിക്ക് ഇസ്ലാമിൽ സ്ഥാനം ഉണ്ടോ ഇല്ല എന്നുള്ളത് നിങ്ങൾ തന്നെ ആലോചിച്ചാൽ മതി. ഇതാണ് നിസ്കരിക്കാത്ത ഈ കള്ള ഔലിയാക്കന്മാരെ കുറിച്ച് പണ്ട് കാസിമി ന്യായം പറഞ്ഞതും ഇപ്പൊ നാണം കെട്ട് നാരായണക്കല്ല് തോണ്ടി നിൽക്കുന്ന സമയത്ത് ഇയാൾ ഇത്തരം കള്ള ഔലിയാക്കളെ ന്യായീകരിച്ച് സംസാരിച്ച 2 വൈരുദ്ധ്യങ്ങളാണ് ഇപ്പൊ നിങ്ങൾ കേട്ടത്. ഇനി ഒരു സുന്നി എങ്ങനെയാകണം ഇയാൾ തന്നെ പറയട്ടെ. ഞാൻ ഒരുങ്ങിയിരിക്കും, ഇനി കുറച്ച് പണി തരാൻ പോവാണ് ഞാൻ. എല്ലാവരും മനസ്സിലേക്ക് നല്ല കുറച്ച് കാര്യങ്ങൾ. എങ്ങനെ സുന്നിയാകണം, എങ്ങനെ ലീഗാകണം, ഏത് തരം സുന്നിയും ഏതു തരം ലീഗുമാണ് ഇവിടെ ബാഫക്ക് തങ്ങൾ പ്രചരിപ്പിച്ചത്, അതാണല്ലോ നമ്മുടെ അടിത്തറ. അത് ഇനി കുറച്ച് കാര്യങ്ങളിലൂടെ അള്ളാന്റെ തൗഫീഖിനാൽ ഞാനൊന്ന് വരച്ച് കാണിച്ചു തരാം. അള്ളാഹു തൗഫീഖ് തരട്ടെ. അപ്പൊ എല്ലാവരും ഒരുങ്ങിയിരുന്നോളി, എല്ലാവരും ഉഷാറായിരിക്കും. കാസിമി എല്ലാവരും തലയിലേക്കും കുറച്ച് കാര്യങ്ങൾ ഇട്ടുതരാൻ പോവാണ്, കുറച്ച് പണി തരാൻ പോവാണ്. എന്താണ്? എങ്ങനെ സുന്നിയാകണം, അതിനുള്ള ക്ലാസ്സാണ് ഇനി വരാൻ പോകേണ്ടത്. എങ്ങനെ സുന്നിയാകണം, എങ്ങനെ ലീഗാകണം, എങ്ങനെയാണ് ബാഫക്കി തങ്ങളൊക്കെ കാണിച്ചു തന്ന സുന്നി, അത് എങ്ങനെ ആയിരിക്കണം, ബാഫക്കി തങ്ങളെ കാലത്തുള്ള സുന്നി എന്താണ്, അതിലേക്ക് ജനങ്ങൾ ക്ഷണിക്കണം കേട്ടോ. കേട്ടോളി. പിന്നെ ഞാൻ വേറൊരു കാര്യം കൂടി തുടങ്ങുന്നതിന് മുമ്പ് പറയാണ്. അതിൽ നിങ്ങൾ എനിക്ക് സ്വാതന്ത്ര്യം തരണം. നിങ്ങൾ വിചാരിക്കുന്നതായിക്കൊള്ളണം എന്നില്ല ഞാൻ പറയുന്നത്. എന്റെ ബാധ്യത സത്യം സത്യമായി കേൾക്കുക എന്നത് മാത്രമാണ്. ഞാൻ മനസ്സിലാക്കിയിടത്തോളം 2 മഹാന്മാർക്ക് ശേഷം മുസ്ലിം കേരളം പുറകോട്ട് സഞ്ചരിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഒന്ന് സയ്യിദ് റഹ്മാൻ ബാഫഖയും 2 പാണക്കാട്ട് BMS പൂക്കോയും. ഇവിടെ ഇരുന്ന് ഇപ്പോൾ ഒരു 10 മിനിറ്റ് മുമ്പ് എന്റെ ചെവിയിൽ ഇങ്ങനെ പറഞ്ഞ് സയ്യിദ് അബ്ബാസ് അലി ശിഹാബ് തങ്ങൾ, എന്തൊരു കാലമായി പോയി നമ്മളെ കാലം. സുബഹി നിസ്കാരത്തിന് കേരളത്തിലെ മുജാഹിദ് സ്ഥാപകനായ KM മൗലവി ഇമാമത്ത് നിന്നു. ഉപ്പ പൂക്കോയത്തങ്ങൾ മൗമുമായി. മൗമുമിനെ പരിഗണിച്ച് ഇമാമ കുനൂത്തോടുകയും ചെയ്തു. ഇതെന്തൊരു കാലം ഇത്. ഒരു 10 മിനിറ്റ് മുമ്പ് ഈ കേസറ്റൊക്കെ പരിശോധിച്ചാൽ അറിയാം തങ്ങൾ എന്റെ ചെവിയിൽ ഇങ്ങനെ പറയുന്നത്. അത് പറയുന്നു. തങ്ങൾ പറഞ്ഞു എന്തൊരു കാലാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, തങ്ങളെ ആ കാലത്തേക്ക് മടങ്ങിപ്പോകണം. നമ്മളല്ലാതെ തീവ്രവാദികളായി പോകുന്നത് നമ്മൾ മറന്നുപോയിട്ടുണ്ട്. നമ്മൾ തിരിച്ചുപോയ മതിയാകും. എങ്ങനെയുണ്ട്? ഇതാണ് ബാഫക്കി തങ്ങളെ കാലത്തുണ്ടായിരുന്ന സുന്നി.
ആ സുന്നിയിലേക്ക് തിരിച്ചു പോകണമെന്നാണ് ഇയാൾ ഈ പ്രസംഗത്തിൽ പറഞ്ഞിട്ടാ. ഒരു ആദ്യം തന്നെ ഒരു മുൻകൂർ ജാമ്യം എടുക്കേണ്ടത്, നിങ്ങൾ എനിക്ക് കുറച്ച് സ്വാതന്ത്ര്യം തരണം, കാരണം നിങ്ങൾ വിചാരിക്കണ കാര്യമില്ല നമ്മൾ ഇനി പറയാൻ പോണത്. അങ്ങനെയാണ് മുമ്പ് എല്ലാ കാലത്തും അങ്ങനെ തന്നെയാണ്. ജനങ്ങൾ വിചാരിക്കണ കാര്യമില്ല മുമ്പ് പറയാം. ഇതിന് മുമ്പ് പറയാണ്, രണ്ട് മഹാന്മാർ കേരളത്തിൽ, രണ്ട് മഹാന്മാർക്ക് ശേഷം കേരള മുസ്ലിങ്ങൾ പിറകോട്ട് സഞ്ചരിച്ചു. ആരൊക്കെയായിരുന്നു രണ്ട് മഹാന്മാര്? ബാഫക്കി തങ്ങളും പൂക്കോയ തങ്ങളും. അപ്പൊ ആ മഹാന്മാർ സഞ്ചരിച്ച പാത ഏതാണ്? അത് സംസാരത്തിന്റെ ഇടയിൽ അബ്ബാസ് അലി ശിഹാബ് തങ്ങൾ ഒരു ചവിട്ടിൽ പറഞ്ഞത്രേ, എന്താ ഇപ്പൊ നമ്മളെ കാലം? ആ കാലം എന്തായിരുന്നു? കേരളത്തിലെ മുജാഹിദിന്റെ സ്ഥാപക നേതാക്കന്മാരിൽപ്പെട്ട KM മൗലവിന്റെ പിന്നില് ബാഫക്കി തങ്ങൾ നിസ്കരിച്ചിരുന്നു. അങ്ങനെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ആ കാലഘട്ടത്തിലേക്ക് നമ്മൾ തിരിച്ചു പോകണം. മനസ്സിലായോ? നമ്മളിന്ന് തീവ്രവാദികളായി പോവാണ്. ഇത് കടുത്ത രീതിയിൽ സലഫി വിരോധം, വഹാബി വിരോധം തീ തുപ്പി പ്രസംഗിച്ചു കൊണ്ടിരിക്കുന്ന ചില മൊയ്ന്തുകളുടെ ഇവിടെ. ആ മൊയ്ന്തുകൾ ആരൊക്കെ മനസ്സിലാവും? അപ്പൊ ആ കാലഘട്ടത്തിലേക്ക് തിരിച്ചു പോകണമെന്നാണ് മഹാനായ കാസിമി അവർ ഇപ്പൊ പറഞ്ഞത്. കഴിഞ്ഞിട്ടില്ല. ആ കാലഘട്ടത്തിൽ എന്തൊക്കെ നടന്നിരുന്നു ഇവിടെ കേരളത്തിൽ, അതും കൂടി മൂപ്പരൊന്ന് പറയട്ടെ. വിശാലമായ മനസ്സാ. ആ മനസ്സാണ് നേരത്തെ പറഞ്ഞത്. ആ മനസ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും കാണിച്ചു. സമസ്തയുടെ കേന്ദ്ര മുഷാവറ മെമ്പർ തിരൂരങ്ങാടിയിൽ മുജാഹിദ് വിഭാഗത്തിന്റെ ജുമാ നടക്കുന്ന പള്ളിക്ക് തറക്കല്ലിട്ടത് തങ്ങളാണ്. ഇന്നും ആ പള്ളിയുടെ ചുമരിൽ ശിലാഫലകമുണ്ട്. ശിലാസ്ഥാപനം നടത്തിയത് സയ്യിദ് റഹ്മാൻ ബാഫക്കി തങ്ങൾ. നിങ്ങൾ ചിന്തിക്കണം, ഇന്നത്തെ സാഹചര്യത്തിൽ അത് പറഞ്ഞാൽ പിന്നെ ഇവിടെ കലാപുണ്ടോ? ഇന്നത് പറഞ്ഞാൽ പോലും എന്തൊക്കെ നടക്കുന്നു പറയാൻ കഴിയില്ല. ഞാനിത് പറയാൻ കാരണം, വലിയ മനുഷ്യന്മാർ പോയപ്പോൾ നമ്മൾ പുറകോട്ട് സഞ്ചരിച്ചു എന്ന് പറയാൻ വേണ്ടിയാണ്. ഇത് ഉൾക്കൊള്ളാൻ നമുക്കൊക്കെ ഇതിനെ കുറിച്ച് പ്രയാസമുണ്ട്, പക്ഷേ ചരിത്രം സാക്ഷിയാണ്. ഏതായാലും പള്ളികൾക്ക് ശിലാഫലകം ഉണ്ടാകുന്നതും ഒരു ഭാഗ്യമായി എന്ന് എനിക്ക് തോന്നി ഇന്നലെ രാത്രി. കാരണം ആ ശിലാഫലകം ഉണ്ടായിരുന്നില്ലെങ്കിൽ പലരും അത് നിഷേധിക്കും. അപ്പൊ കേരളത്തിലെ പഴയകാല മുജാഹിദ് പള്ളികളിൽ ഒന്നായ തിരുരങ്ങാടി പള്ളിക്ക് തറക്കല്ലിട്ടതാരാണ്? സമസ്തയുടെ കേന്ദ്ര മുഷാവറ അംഗം കൂടിയായ ബാഫക്കി തങ്ങള്. അത്രയും വിശാലമായ മനസ്സായിരുന്നു അവർക്ക്. ഇന്ന് ആ മഹാന്മാരൊക്കെ മരിച്ചു പോയപ്പോ നമ്മൾ പിറകോട്ട് സഞ്ചരിക്കാൻ തുടങ്ങി. ഇന്ന് ചില ആൾക്കാർ കലാപം ഉണ്ടാക്കാൻ തുടങ്ങി നമ്പർ പറയണത്. ആരാ കലാപം ഉണ്ടാക്കിയത്? ഈ പ്രസംഗിക്കണത് ആരാ? ഇത് റഹ്മത്തുള്ള കാസിമി മുത്തേടം. ഇപ്പൊ ഇതിനെതിരെ കലാപം ഉണ്ടാക്കണാരാ? മുത്തേടം റഹ്മത്തുള്ള കാസിമി. അങ്ങനെ ചെറിയ വ്യത്യാസമുണ്ട്. ഈ പ്രസംഗിച്ചത് റഹ്മത്തുള്ള കാസിമി മുത്തേടം. ഇപ്പൊ വഹാബികൾക്കെതിരെ സലഫികൾക്കെതിരെ കുരച്ചു ചാടുന്നത് മുത്തേടം റഹ്മത്തുള്ള കാസിമി. ആരാ അവിടെ പ്രശ്നം ഉണ്ടാക്കിയത്, കലാപം ഉണ്ടാക്കിയത്? ആരാണ് ഈ വിഷയത്തെ തീവ്രവാദം ഉണ്ടാക്കിയത്? അപ്പൊ സുഹൃത്തുക്കളെ, ഇതാണ് പറഞ്ഞത്. ഇയാൾ എന്താണ് പ്രസംഗിച്ചത്, പണ്ട് പ്രസംഗിച്ചത് ഇയാൾക്ക് തന്നെ ഓർമ്മല്ല. പണ്ടങ്ങനെ പ്രസംഗിക്കും, ഓരോ വേദിക്കനുസരിച്ച് അങ്ങനെ പ്രസംഗിച്ച് എങ്ങനെ വിടും. അവിടുന്ന് ഇയാൾ പറയുന്നത്, ഇത് പറയാനാണ് റഹ്മത്തുള്ളക്ക് അള്ള നാവ് തന്നത്, അതിനാണ് അള്ള ഞങ്ങളുടെ നൂലിൽ കെട്ടി ആകാശത്ത് ഇറക്കിയതെന്ന് അറിയും ഒരു പ്രസംഗം നടത്തുമ്പോൾ. അതിനെതിരെ പ്രസംഗിച്ച് 2 കൊല്ലം കഴിഞ്ഞാൽ എന്നിട്ട് പറയും, ഇത് പറയാനാണ് റഹ്മത്തുള്ളാനെ അള്ള ഇങ്ങോട്ട് അയച്ചത്, ഇതിനാണ് റഹ്മത്തുള്ളക്ക് അള്ള നാവുന്നത് അറിയും. പഴയ കാലത്തെ മുജാഹിദ് നേതാക്കന്മാരുമായി, മുജാഹിദ് പ്രസ്ഥാനവുമായി ബാഫക്കി തങ്ങൾ, പൂക്കോയ തങ്ങളെ പോലുള്ള സമസ്തയുടെ നേതാക്കന്മാർ വെച്ചു പുലർത്തിയിരുന്ന അഭേദ്യമായ സൗഹൃദ ബന്ധം, ആ ബന്ധം നമുക്ക് നഷ്ടപ്പെട്ടു. അതിലേക്ക് നമ്മൾ തിരിച്ചു പോകണമെന്നാണ് ഇയാൾ ഇത്രയും കാലം പ്രസംഗിച്ചിരുന്നത്. ഇപ്പോഴോ സമദാനി വഹാബിയടാ, വഹാബിന്റെ മൂട് താങ്ങ എന്നെ കിട്ടൂലടാ മൗലാന, ഇതെന്റെ പൊണിയാക്കട മൗലാന, റഹ്മത്തുള്ളാന്റെ വാപ്പ വേറെ ഇടാറുണ്ട് ഇവിടെ നിന്ന് കണ്ട് ചിലക്കപ്പോ രണ്ടും ഇയാളെന്നെ. എന്നിട്ട് മൂപ്പര് പറയാണ്, ഏതായാലും പള്ളികൾക്ക് ശിലാഫലകം ഉണ്ടായത് നന്നായി എന്ന് ഞാൻ ആലോചിച്ചു. കാരണം അതുകൊണ്ട് അവിടെ പേര് കൊത്തിവെച്ചിട്ടുണ്ട്, തറക്കല്ലിട്ടത് ബാഫക്കി തങ്ങൾ. ഞങ്ങൾക്കും പറയാനുള്ളതാണ്, ഏതായാലും ഈ യൂട്യൂബ് പോലെയുള്ള സോഷ്യൽ മീഡിയ ഉണ്ടായത് നന്നായി. അതുകൊണ്ട് പണ്ട് കാലത്ത് ഇയാൾ എന്താ പ്രസംഗിച്ചതെന്നുള്ളത് ഇപ്പൊ പുറത്തു കൊണ്ടുവരാനായി. ഇയാൾ എത്രത്തോളം വൈരുദ്ധ്യം പ്രസംഗിക്കുന്ന ആളാന്നുള്ളത് ജനങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാനായി, തെളിവടക്കം മനസ്സിലാക്കി കൊടുക്കാനായി. അതൊരു ഹൈർ തന്നെ. എന്നിട്ട് ഇപ്പൊ ഇയാൾ പറയാണ്, സമസ്ത ഉണ്ടാക്കിയതിന്റെ വഹാബിസത്തെ എതിർക്കാനാണ്. കേട്ടോളി, ഇതാണല്ലോ, എന്താണല്ല, ഇത് മൂർഖനല്ല, ഇത് രാജവമ്പാലയാണ്. ഇതിനോട് ഒത്തുരാജ്യായ പിന്നെ ചെന്ന് ശൂന്യ അല്ല, പിന്നെ ചെന്ന് ശൂന്യ അല്ല, പിന്നെ സുന്നികൾക്കൊരു സംഘടന ഉണ്ട് സമസ്ത. അതിന്റെ ഉത്തരവാദിത്വം ഈ വഹാബിയത്തിനെ എതിർക്കല്ല, വഹാബിയത്തിനെ എതിർക്കാൻ വേണ്ടി മാത്രമാണ് സമസ്ത ഉണ്ടാക്കിയത്. വഹാബിസം അണലിയല്ല, മൂർഖനുമല്ല, രാജവമ്പാലയാണ്. ഈ രാജവമ്പാലിനോട് രാജിയായി കഴിഞ്ഞാൽ, ഇവരോട് കൂട്ടുകൂടി കഴിഞ്ഞാൽ എന്ത് സുന്നിയാടോ ചോദിക്കാണ്. ആരോടോ ചോദിക്കണ്ട്? ബാഫക്കി തങ്ങളോട്. ആരോടോ ചോദിക്കണ്ട്? പൂക്കോയ തങ്ങളോട്. കാരണം ഇവരാളെ കേരളത്തിൽ ആ മുജാഹിദ് പള്ളി, ആദ്യകാലത്തെ മുജാഹിദ് പള്ളിയായ തിരുരങ്ങാടി പള്ളിക്കൽ സമസ്തന്റെ ആദർശം വരാനല്ലല്ലോ മുജാഹിദുകൾ പള്ളി ഉണ്ടാക്കിയത്.
സമസ്ത അത്രയും കാലം വെച്ചു പുലർത്തിയ ആദർശത്തിനെ ചോദ്യം ചെയ്തുകൊണ്ട് ആ ആദർശങ്ങളിൽ പലതും ഇസ്ലാമിക വിരുദ്ധമാണ് എന്ന് പഠിപ്പിക്കാനാണ് മുജാഹിദ് പ്രസ്ഥാനം ഉണ്ടായത്. ആ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പള്ളികൾ ഉണ്ടാക്കിയത്. അല്ലെങ്കിൽ നിങ്ങളെ പള്ളി വന്നാൽ പറയാം ഞങ്ങൾ എന്തിനാ വേറെ പള്ളി മെമ്പർ ഉണ്ടാക്കിയത്? നിങ്ങൾ ഈ സമൂഹത്തിനെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് മുഴുവനും അനിസ്ലാമികമായ ആദർശമാണ്, ഇസ്ലാം അല്ല, യഥാർത്ഥ ഇസ്ലാം അതല്ല എന്ന് പറയാനും പഠിപ്പിക്കാനുമാണ് ഞങ്ങൾ പള്ളി മെമ്പർ ഉണ്ടാക്കിയത്. അത്തരത്തിൽ ഉണ്ടാക്കപ്പെട്ട ഒരു പള്ളിക്ക് തറക്കല്ലിട്ടത് ബാഫക്കി തങ്ങളാണ്. എന്ത് സുന്നിയാണെന്ന് ചോദിക്കണം. ബാഫക്കി തങ്ങളോടല്ലേ ആ ചോദ്യം? അല്ലേ, വേറെ ആരോടാണ് ഈ ചോദ്യം? അപ്പൊ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ആശയം പ്രചരിപ്പിക്കാൻ വേണ്ടി കേരളത്തിൽ ഉണ്ടാക്കപ്പെട്ട പള്ളിക്ക്, ആ പള്ളിക്ക് പോയി തറക്കല്ലിട്ട ബാഫക്കി തങ്ങളെ കുറിച്ച് പഴയ കാസിമിന്റെ അഭിപ്രായം നമ്മൾ കേട്ടു. പുതിയ കാസിമിന്റെ അഭിപ്രായം എന്താ ഒന്ന് പറയാം. നാട്ടല്ലും നാണും മാനും ഉളുപ്പുണ്ട് പരടോ കാസിമി, എന്താണ് എന്റെ അഭിപ്രായം? സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫക്കി തങ്ങളെ കുറിച്ച് എന്താണ് അഭിപ്രായം? കെ എം മൗലവിന്റെ പിന്നിൽ നിസ്കരിച്ച പൂക്കോയ തങ്ങളെ കുറിച്ച് എന്റെ അഭിപ്രായം എന്താന്ന് പറയേ, ഒന്ന് കേൾക്കട്ടെ. ഈ മാറിയ സാഹചര്യത്തിൽ, അനക്ക് തലയ്ക്ക് വെളിവില്ലാതായ ഈ സാഹചര്യത്തിൽ എന്തു പറയുന്നു എന്ന് കേൾക്കാൻ കേരളത്തിലെ മുസ്ലിങ്ങൾക്ക് ഒരു താല്പര്യം ഉണ്ടാവുമല്ലോ. അപ്പൊ സഹോദരങ്ങളെ, സമസ്ത ഉണ്ടാക്കിയത് മുജാഹിദ് പ്രസ്ഥാനത്തിനെ എതിർക്കാനാണ്. ഈ മുജാഹിദുകളുമായി ഒത്തുപോകുന്നത് എന്ത് സുന്നിയാടോ എന്ന് ചോദിച്ച ഇച്ചങ്ങായി എന്നെ മുജാഹിദുകളും സമസ്തയും തമ്മിലുള്ള ബന്ധം പറഞ്ഞോ കാണി. അറബി ഭാഷയും മലയാള ഭാഷയിൽ ഖുതുബ നിർവഹിക്കുന്ന എണ്ണമുള്ള പള്ളിയാണ് തിരുവങ്ങാടി PSMO കോളേജിലെ ജുമാഅത്ത് പള്ളി. ആ പള്ളിക്ക് തറക്കല്ലിട്ടത് സയ്യിദ് റഹ്മാൻ ബാഫഖിയാണ്. അതിന്റെ ചുമരിൽ ഇന്നും ആ പലക കാണാം, ശിലാസ്ഥാപനം സയ്യിദ് റഹ്മാൻ ബാഫഖി. അതെങ്ങനെ ഒരു മുജാഹിദിന്റെ പള്ളിക്ക് ഇത്ര വലിയ ഫണ്ടമെന്റിസ്റ്റായ സയ്യിദ് എങ്ങനെ തറക്കല്ലിടുന്നു? അത് കേരളത്തിന്റെ ഒരു മനസ്സാണ്. കാരണം അവരെ എല്ലാവരെയും കൂട്ടിയോജിപ്പിക്കാവുന്ന ഒരാളാണ്. ഒക്കെ അങ്ങനെ തന്നെ. കേരളത്തിലെ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ഒരു പള്ളിക്ക് തറക്കല്ലിട്ടത് അന്നത്തെ സംസ്ഥയുടെ നേതാവായ ബാഫക്കി തങ്ങള്. അതെങ്ങനെയെന്ന് മൂപ്പര് ചോദിക്കാൻ, മൂപ്പരന്നെ മറുപടി പറയാ, അത് കേരളത്തിന്റെ ഒരു മനസ്സാണ്, എല്ലാവരെയും കൂട്ടിയോജിപ്പിച്ച് കൊണ്ടാകാനുള്ള ബാഫക്കി തങ്ങളുടെ ഒരു മനസ്സായിരുന്നു. അത് പാടുണ്ടോ? കാരണം മുജാഹിദ് പ്രസ്ഥാനത്തെ എതിർക്കാനാണ് സമസ്ത ഉണ്ടാക്കിയത്, അല്ലേ? ഇയാൾ പറഞ്ഞല്ലോ. ആ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ തന്നെ ഒരു പള്ളിക്ക് ബാഫക്കി തങ്ങളെ പോലുള്ള സമസ്തന്റെ നേതാവ് കൊണ്ടുപോയി തറക്കല്ലിടാൻ പാടുണ്ടോ? അപ്പൊ എന്ത് സുന്നിയാണ് ബാഫക്കി തങ്ങള് എന്നല്ലേ ഇയാൾ ചോദിച്ചത്? അതിന്റെ അർത്ഥം ഇയാൾ ചോദിച്ചല്ലോ, മുജാഹിദുകളുമായി ഒത്തുപോകുന്നത് എന്ത് സുന്നിയാണ്? ആ ചോദ്യം ആരുടെ നേർക്കാണ്? ബാഫക്കി തങ്ങളെ നേർക്ക്, അല്ലേ? അപ്പൊ അങ്ങനെ നല്ലൊരു മനസ്സുള്ള ആൾക്കാരായിരുന്നു ബാഫക്കി തങ്ങളും പൂക്കോയ തങ്ങളെ പോലുള്ള ആൾക്കാര്. അതൊരു സുവർണ കാലഘട്ടമായിരുന്നു നമുക്ക് പറയണത്. ഇന്ന് നമുക്കെന്ത് പറ്റി? നമ്മൾ പരസ്പരം ചീത്തറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് കേട്ടോളി. നമ്മൾ വൈകുന്നേരം തമ്മിൽ ചീത്ത പറയാൻ തുടങ്ങിയാൽ മറ്റ് സമുദായം എങ്ങനെ മാനിക്കും? നമ്മുടെ, ഞാൻ നീട്ടി പറയുന്നു, നമ്മളെ പ്രതിസന്ധികളെ മനസ്സിലാക്കണം. കേരളത്തിൽ ഒരുപാട് വാദപ്രതിവാദങ്ങൾക്ക് നേതൃത്വം നൽകിയ ശംസുൽ ഉലമ 984 പറഞ്ഞു വാദപ്രതിവാദം നിർത്തുക, അത് കാളപൂട്ടാണെന്നോ ശംസുൽ അതിന്റെ അങ്ങനെ പറഞ്ഞു. അത് ആ സാഹചര്യമാണ്. എന്തുകൊണ്ട് മുസൽമാന്റെ അടിത്തറ പോലും ചോദ്യം ചെയ്യപ്പെടുന്ന സാഹചര്യമാണുള്ളത്. എന്താ മൂപ്പര ചോദ്യം? നമ്മൾ വൈകുന്നേരമായി കഴിഞ്ഞാൽ പരസ്പരം തമ്മിൽ ചീത്ത പറയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ മറ്റു മതക്കാർ എങ്ങനെ നമ്മളെ ബഹുമാനിക്കുന്നു? ഇനി വൈകുന്നേരം പറയാൻ പാടില്ല എന്നുള്ള, രാത്രി പറയാന്ന് വല്ല ധാരണ ഇയാൾക്ക് ഉണ്ടാകുന്നറിയില്ല. കാരണം ഇയാൾ പറഞ്ഞ ചീത്ത എത്രത്തോളം ഉണ്ടേ. എന്നിട്ട് മൂപ്പര് പറയാം, നിരവധി വാദപ്രതിവാദങ്ങൾക്ക് നേതൃത്വം കൊടുത്തിരുന്ന EK അബൂബക്കർ മുസ്ലിയാർ, ആ മൂപ്പരനെ പറഞ്ഞു വാദപ്രതിവാദം കാളപൂട്ടാണ്. അത് പറയാണ്ടായ സാഹചര്യം എന്താ? മുസൽമാന്റെ അടിത്തറ വരെ ചോദ്യം ചെയ്തിരുന്ന ഒരു സാഹചര്യത്തിലാണ് അങ്ങനെ പറഞ്ഞത്. ഇന്നിപ്പോ മുസൽമാന്റെ അടിത്തറ നല്ലോണം കോൺക്രീറ്റ് ഇട്ട് ഉറച്ചു നിൽക്കുന്ന സാഹചര്യങ്ങളിൽ ഇന്ത്യയിൽ തന്നെ. അന്ന് മുസ്ലിങ്ങളുടെ സാഹചര്യം അതായിരുന്നെങ്കിൽ ഇന്ന് അതിന്റെ 1,00,000 ഇരട്ടി പ്രതിസന്ധിയിലാണ് മുസ്ലിം സമുദായം ഇന്ത്യയിലുള്ളത്. ഇന്നിങ്ങനെ ഉറച്ചു നിൽക്കണം, അവിടെ കോൺക്രീറ്റ് ചെയ്ത് ഉറപ്പിച്ചു നിർത്തിയ സാഹചര്യമല്ല. ഇന്ന് മുസ്ലിമിന്റെ അസ്തിത്വത്തെ പോലും, പൗരത്വത്തിനെ പോലും, മുസ്ലിമിന്റെ നിലനിൽപ്പിനെ പോലും ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്ന ഭരണകൂടങ്ങൾ തന്നെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ഇച്ചങ്ങായിന്റെ നിലപാടെന്താ? കേട്ടോളി, ഇയാളെ വർത്താനം കേട്ടോളി. ചില ആളുകൾ പറയേ അവിടുത്തെ വഹാബിസല്ല, അവിടുത്തെ വഹാബിസം അങ്ങനെ ഉണ്ടാവില്ല. തീട്ടം എന്ന് പറഞ്ഞാൽ ഒക്കെ ഒരുപോലെയാണ്. രാജാവ് തൂറിയാലും തീട്ടാണ്, കുബേരൻ തൂറിയാലും തീട്ടാണ്, അതെ മസ്തൂരി തൂറിയാലും തീട്ടാണ്, അടിമ തൂറിയാലും തീട്ടാണ്. രാജാവ് തൂറിയാൽ സ്വർണ്ണത്തീട്ടം, കുബേരൻ തൂറിയാൽ വെള്ളിത്തീട്ടം, അങ്ങനെ ഉണ്ടാവില്ല. വഹാബിസം ഒരു തീട്ടമാണ്. മുസ്ലിം ലോകത്തുള്ള ഒരു തീട്ടമാണ് വഹാബിസം.
അത് തീട്ടം എന്ന് പറഞ്ഞാൽ അത് ചെറിയ ക്യാരറ്റ് കമ്മി, 19 ക്യാരറ്റ്, 916 ക്യാരറ്റ്, 23 അങ്ങനെയൊന്നും ഉണ്ടാവില്ല. തീട്ടം തീട്ടം ഒക്കെ തീട്ടം. സഹോദരങ്ങളെ, ഈ ചങ്ങായിക്ക് തലക്ക് ഒരു തരിമ്പ് വെളിവുണ്ടോ? എന്തൊക്കെ ഇയാൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഈ പറഞ്ഞ വഹാബിസം, ഞാനത് പ്രയോഗിക്കണില്ല പ്രയോഗം, ഈ വഹാബിസത്തിന്റെ പള്ളിക്കല്ലടോ ബാഫക്ക് തങ്ങൾ തറക്കല്ലിട്ടത്? ആ വഹാബിസും ഒന്നല്ലേ ഈ വഹാബിസും, സൗദിയിലെ വഹാബിസും, എല്ലായിടത്തെ വഹാബിസും, ഏത് കാലഘട്ടത്തിലുള്ള വഹാബിസും ഒന്നാണ് എന്നല്ല ഇപ്പൊ ഇയാൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആ വഹാബികളുടെ പള്ളിക്ക് തറക്കല്ലിട്ട ബാഫക്ക് തങ്ങളെ കുറിച്ച്, ആ വഹാബിന്റെ പിന്നിൽ നിസ്കരിച്ച പൂക്കോയ തങ്ങളെ കുറിച്ച് ഈ ചങ്ങായിക്ക് എന്താണ് പറയാനുള്ളത്? ഞങ്ങളൊന്ന് കേൾക്കട്ടെ. ഇയാൾക്ക് മാത്രമല്ലേ തലക്ക് അസുഖം ഉണ്ടായിട്ടുണ്ടാവുള്ളൂ, കേരളത്തിലെ മുസ്ലിങ്ങൾക്ക് മുഴുവൻ തലക്ക് അസുഖം ഉണ്ടായിട്ടുണ്ടാവുമല്ലോ. ഇയാൾ മാറി വിചാരിച്ചു കണ്ട് ഇയാൾ ഓരോ സ്റ്റേജിൽ വന്ന് ഓരോ രീതിയിൽ പ്രസംഗിക്കുമ്പോൾ അതിന്റെ പിന്നാലൊക്കെ കേരള മുസ്ലിങ്ങളും അങ്ങനെ തലകുലുക്കി സമ്മതിച്ചു കൊടുക്കണം എന്ന് ചങ്ങായി പറയണത്. ഇയാൾക്ക് തലക്ക് വെളിവില്ലാന്ന് വിചാരിച്ചിട്ട്. ഇപ്പൊ ഇയാൾ തൊട്ട് മുമ്പ് എന്താ പറഞ്ഞത്? നമ്മൾ വൈകുന്നേരമായി കഴിഞ്ഞാൽ പരസ്പരം ചീത്ത പറയലാണ് പ്രശ്നം, മറ്റുള്ള മതക്കാര് നമ്മളെ കുറിച്ച് എന്ത് വിചാരിക്കും. ഇത് ഇയാള് വാതിൽ അടച്ചുവിട്ടിരുന്ന റൂമിന്റെ ഉള്ളിൽ ഇരുന്ന് കണ്ട് ഇയാളെ ഭാര്യനോടും കുട്ടികളോടും പറഞ്ഞതാ. പരസ്യമായി പൊതുവേദിയിൽ പ്രസംഗിച്ചതല്ലേ. ഇത് മറ്റുള്ള മതക്കാർ യൂട്യൂബിൽ കേൾക്കൂലേ? ഓലെന്ത് വിചാരിക്കും? മുസൽമാന്റെ അസ്തിത്വം ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു ഘട്ടത്തിലാണ് ഈക്കെ പറഞ്ഞത്, ഇങ്ങനെ ഈ തമ്മിലുള്ള ഈ പ്രശ്നങ്ങൾ, ഈ വഴക്കും വക്കാണും ഇതൊന്നും ചെയ്യാൻ പാടില്ല, കാളകൂട്ടാണെന്ന്. ഇന്ന് മുസൽമാന്റെ അവസ്ഥ എന്താ? അപ്പൊ ഇയാളെപ്പോലുള്ള ആളുകളാണ് എല്ലാ കാലഘട്ടത്തിലും പ്രശ്നക്കാര്. സമുദായത്തിനെ ഭിന്നിപ്പിക്കുന്ന ആളുകൾ ഇയാളെപ്പോലുള്ള ആളുകളാണ്. ഇയാളെപ്പോലുള്ള ആളുകൾ ഒരു മഹലിൽ വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? ഇയാളെന്നെ പറയട്ടെ. ഒരു മഹലിൽ പ്രവർത്തിക്കുന്ന എന്നെ പോലത്തെ ബാധ്യസ്ഥനാണ്. ആ മഹലിൽ ബോധമുള്ള മനുഷ്യന്മാരുണ്ടോ? അവർ ബാഫക്ക് തങ്ങളോടും പൂക്കോയ തങ്ങളോടും ശംസുലമയും കണ്ടുപിടിച്ചവരായിരിക്കും. ഒരു 10-40 കൊല്ലം ഒരു മഹലിൽ ഉസ്താദായി നിന്ന ഒരു വലിയ മനുഷ്യൻ 40 കൊല്ലം ആ മഹലിൽ ജോലി ചെയ്തിട്ട് പല ആശയക്കാരും അവിടെ ഉണ്ടാവും, പക്ഷെ ഒരു പ്രശ്നം ഉണ്ടാവില്ല. നേരെ മറിച്ച് ആ മനുഷ്യൻ മരിച്ചതിന് പിറ്റേ ദിവസം ഇന്നെപ്പോലത്തെ ഒരു പുത്തൻ കുത്തുകാരൻ അവിടെ കത്തിപ്പോവും. അന്ന് 4 പള്ളി ഉണ്ടാവും, അക്കൊല്ലം പുതിയ പള്ളിക്ക് തറക്കല്ലിടും. അതിന് കാരണം എന്താ? സമൂഹത്തിന്റെ നായകത്വം പക്വമതികളെ കയ്യിലാണ് അല്ലാഹു ഏൽപ്പിച്ചിട്ടുള്ളത്. ആ പക്വത നഷ്ടപ്പെട്ടാൽ ഉമ്മത്ത് തകർന്നു പോകും. കാരണം പക്വമതികളായ ആളുകൾക്ക് അവരുടെ കർമ്മങ്ങളും അള്ളാഹുവിന്റെ വെളിച്ചവും കാരണം ഇലാഹിനോട് ബന്ധമുണ്ടെങ്കിൽ നന്നാവല്ലേ വേണ്ടത്? പറയും, നന്നാവല്ലേ വേണ്ടത്? നന്നാവാണ് വേണ്ടെങ്കിൽ ബാഫക്കയിലേക്കും പൂക്കോയിലേക്കും ഒക്കെ നമ്മൾ വാങ്ങിപ്പോണം. കേട്ടില്ലേ? പക്വമതികളായ ആളുകൾ മഹലിൽ നിന്ന് പോയിട്ട് ഇയാളെപ്പോലത്തെ ആളുകൾ മഹലിൽ വന്നു കഴിഞ്ഞാൽ എന്താവും? മഹലിൽ ഭിന്നിപ്പുണ്ടാവും. കാരണം ഈ ജാതി പ്രസംഗമല്ല നടത്തിക്കൊണ്ടിരിക്കുന്നത്. വഹാബിസം തീട്ടമാണ് എന്ന് പറഞ്ഞുകൊണ്ടല്ലേ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം ബാഫക്കിത്തങ്ങളും പൂക്കോയത്തങ്ങളൊക്കെ കാണിച്ചെന്ന മാതൃക മഹലിലുണ്ടാവും. അവിടെ ആദർശപരമായ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും മാനുഷികമായ സൗഹൃദങ്ങൾ ഉണ്ടാവും, ബന്ധങ്ങളുണ്ടാവും. ഇയാളെപ്പോലത്തെ ആൾക്കാർ അവിടെ കുട്ടിച്ചോറാകും എന്ന് ഇയാളെന്നെ പറയണു. ആ മഹലിലാണ് ചിന്ന ഭിന്നാവും. അതുകൊണ്ട് സമുദായമേ, ഇത്തരം കാസിമിമാരെ അടുപ്പിക്കാതിരിക്കുക. അതാ ഞങ്ങൾക്ക് പറയാനുള്ളത്. കാരണം ഇവനെ പോലത്തെ ആൾക്കാർ തോന്നിയ സാഹചര്യത്തിനനുസരിച്ച് തോന്നിയ പോലെ പറയും. മൈക്കാണ് മുന്നിൽ കിട്ടിക്കഴിഞ്ഞാൽ അപ്പൊ കൊടുക്കണ വിഷയം എന്താ, ആ വിഷയം നോക്കിയാണ് സംസാരിക്കും. ഇതിനെതിരെയാണോ ഇന്നലെ സംസാരിച്ചത്, നാളെ എനിക്കിതിനെതിരെ സംസാരിക്കേണ്ടി ഒരു ബോധം ഉണ്ടാവില്ല. കാരണം തലക്ക് വെളിവില്ല. ഇത്തരം വെളിവുകെട്ട ആളുകളെ മതസ്റ്റേജിൽ കൊണ്ടുവന്ന് മതപ്രഭാഷകരായി നിങ്ങൾ സമൂഹത്തിന് മുമ്പിൽ അവതരിപ്പിക്കരുത്. സമുദായം നാറും, ആദർശം നാറും, ഇസ്ലാമും നാറും. ഇയാൾ മതപ്രസംഗം തുടങ്ങിയിട്ട് 3 പതിറ്റാണ്ടായി എന്ന് പറയപ്പെടുന്നു. ഈ 3 പതിറ്റാണ്ടത്തെ പ്രസംഗത്തിനിടയിൽ ഇയാളെപ്പോലെ വൈരുദ്ധ്യം പ്രസംഗിച്ച മറ്റൊരു പ്രഭാഷകൻ കേരള മുസ്ലിങ്ങൾക്കിടയിലില്ല. ഇന്നലെ എന്താ പറഞ്ഞു ഇയാൾക്ക് ഓർമ്മ ഉണ്ടാവില്ല, ഇന്നെന്താ പറഞ്ഞുകൊണ്ടിരിക്കണമെന്ന് ഓർമ്മ ഉണ്ടാവില്ല, നാളെന്താ പറയാൻ പോകണമെന്ന് ഓർമ്മ ഉണ്ടാവില്ല. അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അത്രത്തോളം വൈരുദ്ധ്യം പ്രസംഗിച്ചൊരു മനുഷ്യനാണ് ഈ കാസിമി. അതിന്റെ കുറച്ചും കൂടി സാമ്പിളുകൾ അടുത്ത വീഡിയോയിൽ വരും ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.